ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിനുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, ബ്രേക്കിൻ്റെ ഭാഗം അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തി നിൽക്കണം കേട്ടോ. കാരണം നമുക്ക് ആ കേബിളിനകത്ത് ഇവിടം വരെയാണ് അതിൻ്റെ നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി 2 ത്രെഡ് കൂടി ടൈറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് മാറ്റിയിടുന്നതാണ് സേഫ്. പിന്നെ അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ മോഡൽ ടയറൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ശരിക്കും നമുക്ക് വണ്ടി വരുമ്പോൾ വന്ന മോഡലുണ്ട്, അതിനെ സാപ്പർ മോഡൽ എന്ന് പറയാം. ആ മോഡലാണ് കുറച്ചും കൂടി നമുക്ക് ടയറുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യുന്നത് ആ മോഡലാണ് കേട്ടോ. ഇതിപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് മൈലേജിലടക്കം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇമാതിരി ടയർ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കട്ട കൂടുതലാണ്, പക്ഷെ അത് നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റിലേക്കൊന്നും വരില്ല. മാറ്റിയിടുന്ന സമയത്ത് കമ്പനി വന്ന മോഡൽ സാപ്പർ മോഡൽ, ആ മോഡൽ ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഇടാം. ഇപ്പോൾ MRF, സിയറ്റോ, അപ്പോളോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഡിസൈൻ ആ മോഡലാണ്, V ഷേപ്പ് എന്നതിന് പറയാം. ആ മോഡൽ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഫുള്ള് ബ്ലോക്കാണ്, പൊടി കയറിയിട്ട് മൊത്തം അടഞ്ഞിരിക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടണം. ഇപ്പോൾ ശരിക്കും വണ്ടിയുടെ മൈലേജിനെ ശരിക്കും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും. കാരണം എയർ ഫിൽറ്റർ ഫുൾ ബ്ലോക്കാണ്, പെട്രോളിൻ്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും, ഹെഡിനകത്ത് കയറുന്ന കരിയുടെ അളവ് കൂടുതലായിരിക്കും. നോർമൽ രീതിയിൽ കത്തുമുള്ളതുപോലെയല്ല, പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെന്ന് കത്തുമ്പോൾ അത് ഫുള്ളായിട്ട് ബേൺ ചെയ്യാനുള്ള ടൈമിങ്ങോ ഇഗ്നീഷനോ അതിനകത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററൊക്കെ 10,000 കിലോമീറ്ററാണ് ഒരു പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിട്ടാൽ പോലും അടുത്ത 10,000 കിലോമീറ്ററിൽ നമ്മൾ നിർബന്ധമായിട്ടും എയർ ഫിൽറ്റർ മാറ്റണം. നമ്മളൊരു കംപ്ലയിൻറ്റ് കാണാൻ വേണ്ടി നോക്കിയിരിക്കരുത്. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്യാനല്ല നോക്കേണ്ടത്, അതിക്ക് കംപ്ലയിൻറ്റ് വരാതിരിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഈ പ്ലഗും കൂടി മാറ്റി യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ വളരെ ശോചനീയാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മാറ്റുന്ന ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ചിനകത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ സ്ക്രൂഡർ ടൈപ്പ് ക്ലച്ചുകളുടെ പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, അതായത് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ്, ലൂബ്രിക്കേഷൻസും നിർബന്ധമായിട്ടും ചെയ്യണം സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ. അത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് വർഷത്തിലൊരിക്കൽ തന്നെ ഗ്രീസ് ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമേ. ഇതിപ്പോൾ നമുക്ക് ഇത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി വർക്ക് ചെയ്യണ ഈ വീലുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസംബ്ലി യൂണിറ്റ് പോലെ ഇരിക്കണതുമേ. അത് നമ്മൾ ഇങ്ങനെ അഴിച്ചിട്ട് ഫുള്ളായിട്ടാണ് ഗ്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് ഇവിടുത്തെ ഈ വീലിൻ്റെ ഈ ഹോള് അത് ഈ പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നതാണ്. കാരണം അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നതാണ്. അത് കറക്റ്റ് ടൈമിങ്ങിൽ ലൂബ്രിക്കേഷൻസൊക്കെ ഇല്ലാണ്ട് വരുമ്പോൾ ഈ ഹോൾ ഇപ്പോൾ ഓവലായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കണേ. ഈ വീലിന് ഏകദേശം ഒരു 1000 രൂപ, 1200 ആ റേഞ്ച് വരുന്നുണ്ട് നമുക്ക് ഈ വീലിന്. ഇതിപ്പോൾ നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കിടന്നു ഓടും തോറും നമുക്ക് ആ പിന്നുകൾക്ക് ഓവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വീല് ഡാമേജിലേക്ക് പോകും. അതേപോലെ തന്നെ ഇത് ഡാമേജ് വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വീലും കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഈ വീല് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ആ പിന്നുകൾ മാറ്റി റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീലിലൊന്നും ഡാമേജിലേക്ക് പോവില്ല. അതേപോലെ തന്നെ അത് മാത്രമല്ല, കൃത്യമായിട്ട് നമ്മൾ ആ പീരിയഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. കാരണം എന്താ വെച്ചാൽ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികൾ കമ്പൽസറിയാണ്. നമ്മളത് കംപ്ലയിൻറ്റ് നമുക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് കരുതി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് യൂണിറ്റിനകത്തേക്ക് വർക്ക് വരുമ്പോഴത്തേക്കും 10,000 രൂപ, 4,000 രൂപയൊക്കെ വെറുതെ നമുക്ക് ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ വീലിന് തന്നെ വന്നിട്ടുണ്ട് ആ റേറ്റ്. നമുക്ക് ഏകദേശം ഒരു 1000-1200 വീല് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് അവസ്ഥ എന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓരോ കട്ടയുടെ ഉള്ളിൽ കൂടെയും പൊട്ട് വീണിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് കറക്റ്റായിട്ട് സർവീസ് ചെയ്യണം. ഇനി അടുത്ത 4 മാസം കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത സർവീസ് വരാം. ആ സർവീസ് വരെ എന്തായാലും കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കറക്റ്റായിട്ട് ആ സർവീസിൽ വരുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബെൽറ്റ് ഇട്ടാലേ പറ്റുള്ളൂ. കാരണം അതല്ല നമുക്ക് ഓട്ടം കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ആ ബെൽറ്റ് കൈയോടെ മാറ്റി കളഞ്ഞോണം കേട്ടോ. കാരണം 20,000 തുടങ്ങി 25,000 മാക്സിമം 30,000 കിലോമീറ്ററിനുള്ളിലൊക്കെ നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടി വരാറുണ്ട് ഇപ്പോൾ വന്ന വണ്ടികളുടെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് നമുക്ക് ആ ബെൽറ്റ്, ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എയർ അടിച്ച് ക്ലീൻ ആക്കാം. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൽ തന്നെ വർക്ക്. പിന്നെ ക്ലച്ച് ഡ്രമ്മിനകത്തും വന്ന പൊടിയുണ്ടോ, ഈ പൊടിയൊക്കെ അതിനകത്ത് നിൽക്കുമ്പോൾ ലൈൻഡറിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുമ്പോൾ ആ പൊടി ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കുടച്ചിലൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് വന്നതിൻ്റെ മെയിൻ റീസൺ ഇതെന്ന് പറയാം. കാരണം വെച്ചാൽ ക്ലച്ച് ഷൂൻ്റെയും ഡ്രമ്മിൻ്റെ ഇടയിൽ ആ പൊടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിടിക്കാണ്ട് പോകും, സ്ലിപ്പിങ് കാണിക്കും. അപ്പോൾ അതാണ് നമുക്ക് ആ രീതിയിൽ എഫക്റ്റ് വരാം.
പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുമ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇരിക്കണേ, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ശരിക്കും 12 വോൾട്ടും 4 ആമ്പിയറാണ് നമുക്ക് ഈ മോഡലിന് വന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി കേട്ടോ. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.89 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഉണ്ടല്ലോ, ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക, സെൽ ഡാമേജ് ആയിട്ടാണ്, പോയ ബാറ്ററി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുക. കാരണം ബാക്കിയുള്ള വർക്കുകൾ ഇപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് വോൾട്ട് മതി. അതിപ്പോൾ സെൽഫിൻ്റെ ആ ക്രാങ്ക് യൂണിറ്റ് അടക്കം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ബാറ്ററിക്ക് ആംബിയർ ആവശ്യമാണ്. അപ്പോൾ അത് ഓൾറെഡി സെൽ ഡാമേജ് ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ആവണില്ല, അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ബാറ്ററി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റാണ്. അതായത് ബ്രേക്ക് നമുക്ക് സ്മൂത്തില്ല, ഫുള്ള് ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് തിരിച്ചു വെച്ച് അങ്ങനെ ഇരിക്കും. കാരണം അവിടെ സ്പ്രിങ് ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചു വെച്ച് ആ രീതിയിലാണ് ജാമായിട്ടിരിക്കുക. അതൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് നമുക്കൊരു കംപ്ലയിൻറ്റ്, ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അപ്പോൾ അത് കൂടുതൽ മോശമാണെങ്കിൽ അഴിച്ച് മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ. പിന്നെയുള്ളത് സ്പീഡോമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് കേബിൾ പൊട്ടിപ്പോയതാണ്. അപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഫ്യൂൽ മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കേസുണ്ടെന്നുള്ള ദിവസം നോക്കാം. കാരണം ആ മോഡലിൻ്റെ ഐറ്റം അവൈലബിൾ ആണോ, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് പറയാൻ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഈ ഒരു ഭാഗം ചെറിയൊരു തേയ്മാനം കൂടുതലുണ്ട് റൈറ്റ് സൈഡിൽ. അത് നമുക്ക് ബാക്കിലത്തെ ടയർ കൃത്യമായിട്ട് റോഡുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട് ടയറുമേ ആയിരിക്കും. ഈ മോഡലിൻ്റെ ലിങ്ക് മോഡലിനെ അപേക്ഷിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ടെലിസ്കോപ്പി സസ്പെൻഷനാണ് വരാം. അപ്പോൾ ശരിക്കും പൊതുവെ കംപ്ലയിൻറ്റ് കുറവാണ് വരേണ്ടത്. പക്ഷേ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും എയറിൻ്റെ കണ്ടീഷനും ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടയറിൻ്റെ ലൈഫ് വരാം. കോമൺ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡ് കൂടുതൽ സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണാറുണ്ട്. ഇത് സാധാരണ അതിനേക്കാളും ഒരു അല്പം കൂടി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ എൻജിൻ ഓയിലിൻ്റെ കേസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ കളറ് വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല കളറൊക്കെ ഉണ്ട്. അത്യാവശ്യം തീരെ മോശം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മളുടെ വണ്ടികളുടെ പ്രത്യേകത വെച്ചാൽ ശരിക്കും 3000 കിലോമീറ്ററാണ് എൻജിൻ ഓയിൽ മാറേണ്ട ടൈം. അത് കൃത്യമായിട്ട് ആ പീരീഡിൽ ചെയ്തു പോകുന്ന വണ്ടികളുടെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല. അതിനെ നമ്മൾ ശരിക്കും കിലോമീറ്റർ ബേസ് ചെയ്തിട്ട് തന്നെ ഓയിൽ മാറണം. അപ്പോൾ കിലോമീറ്റർ ഏകദേശം 3000 ഓടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഓയിൽ മാറ്റി ഒഴിക്കുക. വേറെ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതല്ലെങ്കിൽ കുറച്ച് 10,000 കിലോമീറ്റർ കഴിഞ്ഞ് ഓയിൽ മാറ്റിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ കിലോമീറ്റർ നോട്ട് ചെയ്ത് വയ്ക്കുക. കറക്റ്റ് 3000 ബേസ് ചെയ്തിട്ട് നമ്മൾ എൻജിൻ ഓയിൽ മാറ്റിയാൽ മതി. നേരത്തെ മാറ്റേണ്ട ആവശ്യമില്ല, വൈകിയും പോകണ്ട കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകൾ. അതിൻ്റെ ഡീറ്റെയിൽസിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഞാനപ്പോൾ അതിൻ്റെ നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൈയോടെ തന്നെ ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത് കേട്ടോ.